ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് വരട്ടിയതാണ്. നമുക്ക് കാണാം. ബീഫ് അതിൽ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതിന് വേണ്ട സാധനമാണ് ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ പൊടികളൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം. കുറച്ച് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഇടുക. ഫസ്റ്റ് വലിയ ഉള്ളി ഇടുക. ഇഞ്ചി ഇടുക, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്തിട്ടാൽ നല്ല സ്വാദുണ്ടാവും. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ അടുപ്പിലെല്ലാം ഉണ്ടാക്കുക. അതാണ് ഞാൻ അടുപ്പിലുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുപ്പിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടൊക്കെ കൊള്ളും, സാരമില്ല. പക്ഷെ എന്നാലും ഒരു സ്വാദിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ പൊടികളൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കാമല്ലോ. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ബാച്ചിലേഴ്സിനും. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വരട്ടെ. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊരു കാണിച്ചു തരാൻ വിചാരിച്ചു നിങ്ങൾക്കും. ചെറുപ്പം തൊട്ടേ കുക്കിംഗ് ഇഷ്ടമാണ് എനിക്ക്. ഇനി കറിവേപ്പില, ഒരു തക്കാളി. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുന്ന നന്നായിരിക്കും, നല്ല സ്വാദുണ്ടാവും. അതാണ് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടാൻ പറഞ്ഞത്. ഇനി അതിനുള്ള വേണ്ട പൊടികൾ കാണിച്ചു തരാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. കാശ്മീർ ചില്ലി ഇടണമെങ്കിൽ അത് കുറച്ച് എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീർ ചില്ലി കുറച്ച് കൂട്ടിയിട്ടാൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മൾ വരട്ടുക. ഇനി നമ്മൾ ഇത് ബീഫ് വേവിച്ച് വെച്ച ബീഫില്ലേ അതിൽ ഒഴിക്കും. തിളപ്പിച്ച ആറിയ വെള്ളം കുറച്ച് ഒഴിക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഉപ്പ് മതിയെ നോക്കുക. ഉപ്പ് കുറവാണ്, കുറച്ചിടുക. ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം.
ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബീഫ് വരട്ടിയത് റെഡിയായി. സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് റെഡിയായി.